അസ്സലാമു അലൈക്കും ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ മോള് സിറ്റിംഗ് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ആഡ് ചെയ്തിട്ടുണ്ട്. ബിഗിനിങ് സ്റ്റേജിൽ എൻ്റെ മോള് സിറ്റ് ചെയ്തത് തീർച്ചയായിട്ടും വാച്ച് ചെയ്യണം. അപ്പോൾ മോള് സിറ്റിംഗ് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇന്നലെ ലാസ്റ്റ് ഞാൻ നിർത്തിയെന്ന് വെച്ചാൽ സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് വെച്ചാൽ ഒരു മദറോട് എങ്ങനെയാണ് ആ കുട്ടിയുടെ കാര്യങ്ങൾ റിവീൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മോള് എന്തായി, ഇപ്പം ഇന്ന് നമ്മൾ ഐസ മോളിലോ അവൾ ഉറക്കമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുട്ടീനെ കൂട്ടായിരുന്നത്. അപ്പോൾ വെച്ചാൽ അവളെ സ്ലീപ്പിങ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവള് എന്ന് വെച്ചാൽ ഈ മോക്ക് സീഷറുണ്ട്, അതായത് അപസ്മാരുണ്ടായത് കൊണ്ട് കുട്ടിക്ക് സഡക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ്. നമ്മൾ നരമ്പായിട്ട് ബന്ധപ്പെട്ട എല്ലാ മെഡിസിനും കുറച്ച് സഡക്റ്റീവ് ആണ്. അപ്പോൾ ആളെപ്പോൾ എണീക്കും എപ്പോൾ ഉറങ്ങും അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ കുട്ടി ആക്റ്റീവായ ടൈം കുട്ടിയായിട്ടുള്ള വീടിന് എന്തായാലും എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ അവൾ ഉറങ്ങുന്നതുകൊണ്ടാണ് കുട്ടീനെ കൂട്ടായത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ കാര്യം, നമ്മൾ കുട്ടിയോട് കുട്ടീൻ്റെ കാര്യം റിവീൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഇമോഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് ഇമോഷണലി ഭയങ്കര ബ്രേക്ക് ഡൗൺ ആയ ഒരു സ്റ്റേജ്. ഓൾറെഡി എനിക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനും അതിൻ്റെ കൂടെയാണ് കുട്ടിയുടെ ഈ കണ്ടീഷനും. അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ എനിക്ക് സഹിക്കുന്നതിൽ അപ്പുറമായിരുന്നു എൻ്റെ ഇത്. അപ്പോൾ ചലഞ്ചിങ് ഫുള്ളായിട്ടുള്ള ഒരു ലൈഫിലേക്ക് ഞാൻ ഈ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിപ്പോൾ ഏത് രീതിയിലേക്കാണ് പോകും, എന്തായിരിക്കും, അതിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും, ഈ സ്വപ്നങ്ങൾ ഒരു ഭാഗത്ത് റിയാലിറ്റി, പിന്നെ എൻ്റെ ഡിപ്രഷൻ എല്ലാം കൂടി ആകുമ്പോൾ വല്ലാത്തൊരു സ്റ്റേജിലേക്ക് ആയി മാറി ഓട്ടോമാറ്റിക്കായിട്ട്. ഇപ്പം 3-ാം മാസമെല്ലാം ആകുമ്പോൾ ഞാൻ ഇന്നിപ്പോൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. എൻ്റെ മോള് ബിഗിനിങ് സ്റ്റേജസിൽ, അതായത് ഒരു 3 മന്ത് 4 മന്ത് 5 6 മന്ത് എല്ലാം കുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതേ വീഡിയോയിൽ തന്നെ ഉണ്ട്. മോളിപ്പോൾ എങ്ങനെയാണ് ഉള്ളതെന്ന് വെച്ചാൽ മോള് ഒരു 3 മന്ത് കഴിഞ്ഞ് ഇപ്പോൾ പാലെല്ലാം കുടിച്ച് കുറച്ച് ഒരു ചബ്ബി ടൈപ്പായി. 2430 ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കുട്ടി പിന്നെ പാലെല്ലാം കുടിച്ച് കുറച്ച് ഉഷാറാകാൻ തുടങ്ങി, കുറച്ച് ഉണ്ടച്ചിയായി. അപ്പോൾ അങ്ങനെ ഇവള് മെല്ലെ മെല്ലെ ആ ഒരു ടൈമിൽ കുറച്ച് ആക്റ്റീവ് ആകാൻ തുടങ്ങി. അപ്പം എനിക്കൊരു പോസിറ്റീവ് എനർജി ഇങ്ങനെ കയറാൻ തുടങ്ങി. എൻ്റെ മോള് അത് സാധാരണ കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പം മൈൽ സ്റ്റോൺസ് എല്ലാം കുറവാണ്. പക്ഷെ ആളെന്താക്കും, നമ്മൾ ഒരു സൗണ്ട് ആക്കൂലേ, നമ്മൾ കുട്ടികളെ കളിപ്പിക്കുമ്പോൾ ഒരു സൗണ്ട് ആക്കുമ്പം അവൾ ചിരിക്കും, പൊട്ടി 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 ചിരിക്കും. അതുപോലെ തന്നെ പിന്നെ ചിരിക്കും. അതുപോലെ തന്നെ കയ്യും കാലിട്ട് കളിക്കും. ഇതെല്ലാം കാണുമ്പോൾ കുറച്ച് സമാധാനം, റെഡിയാവും. അപ്പം ഞാൻ ആ സമയത്തെല്ലാം ഞാൻ ഓടാൻ തുടങ്ങി ഈ MRI റിപ്പോർട്ട് എടുത്തിട്ട്. അപ്പോൾ ഈ MRI റിപ്പോർട്ട് എടുത്തിട്ട് ഞാൻ ഏകദേശം മംഗലാപുരം മുതൽ പിന്നെ കോഴിക്കോട് വരെ ഓടി. ന്യൂറോളജിസ്റ്റിനെ എടുത്താൽ ഫസ്റ്റ് ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ന്യൂറോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശ്രുതി മാമിനെ കാണിച്ച്, ബെസ്റ്റ് ന്യൂറോളജിസ്റ്റാണ്. അപ്പോൾ മാമിനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം സ്റ്റിമുലേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. ഒരു 3 മാസം ആകുമ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ സ്റ്റിമുലേഷൻ കൊടുക്കണം. ഞാൻ ഒരു സ്റ്റിമുലേഷൻ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അപ്പോൾ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് ബന്ധപ്പെടുന്ന മാം പറഞ്ഞത്. ഇപ്പം 3 മാസം കഴിഞ്ഞൊരു 4 മാസമെല്ലാം ആകുമ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പോകും. സ്മിതി സാറുണ്ട്, ഈ നമ്മളെ പീഡിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റ്. ആദ്യം സ്റ്റിമുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ കുട്ടിക്ക് നല്ല രീതിയിലുള്ള എന്നാണ് നമ്മൾ സ്റ്റിമുലേഷൻ കൊടുത്തോണ്ടുണ്ടായിന്. മോളെ കണ്ണ് 4 മാസമെല്ലാം ആകുമ്പോൾ കണ്ണൊക്കെ കാണിച്ച് നരമ്പും കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്ത് കണ്ണിന് പ്രശ്നമൊന്നുമില്ല. കാരണം ബ്രെയിനിലേക്കുള്ള ആക്സസ് ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്രെയിനാണല്ലോ, ഇപ്പം നമ്മളിപ്പോൾ കാണുന്നുണ്ട്, ഈ കാണണം, ഇന്ന സാധനം നമ്മൾ കാണുന്നത് ബ്രെയിൻ ആക്സസ് ചെയ്യണം. എന്നാലേ എന്തായാലും നമ്മൾ ആരെയാണ് കാണുന്നത് എന്തിനാണ് കാണുന്നത് മനസ്സിലാവും. കുട്ടിക്ക് അത് ആക്സസ് ഇല്ല.
അപ്പം VPN ടെസ്റ്റ് എന്നെല്ലാം പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് കുട്ടീൻ്റെ ബ്രെയിനിന്ന് കണ്ണിലേക്കുള്ള നരമ്പ് നോർമലാണോ. അങ്ങനെ ഞാൻ എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ അത്രയും ഫിനാൻഷ്യലി കുട്ടി റെഡിയായി വരണം എന്നുള്ള ഒരു ഓട്ടപ്പാച്ചിലിൽ ഫിനാൻഷ്യലി എത്രയാണ് ലോസ് ആയെന്ന് വെച്ചാൽ ലോസ് എന്ന് പറഞ്ഞാൽ ലോസ് തന്നെയാണ്. എന്താ വെച്ചാൽ അങ്ങനെ പറയാൻ പാടുണ്ടോ ചോദിച്ചാൽ ഞാൻ പറയും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള കൃത്യമായ അവബോധം ഇല്ലാതെ ഈ കുട്ടീനെയും എടുത്തിട്ട് നമ്മൾ ഓടും. പൈസ നോക്കൂല, സ്ലീപ്പിങ് നോക്കൂല, ഭക്ഷണം നോക്കൂല. എന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിലുണ്ടായ ജീവന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഓടും. അപ്പോൾ ഈ ഓടുന്ന സമയത്ത് നമുക്ക് മണീനെ നമ്മൾ മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റൂല. അപ്പോൾ ആ ടൈമിൽ മണി മാനേജ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ കടം വാങ്ങിയിട്ടായാലും ഇപ്പം എൻ്റെ ഉമ്മ ഉപ്പവും സഹായിച്ചിട്ടായാലും എല്ലാവരും എന്താ പറയുക നമുക്ക് ഇതായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ സഹായിച്ചിട്ടായാലും ഞങ്ങൾ എന്നുവെച്ചാൽ കുട്ടീനെ എടുത്തിട്ട് ഓടിയിട്ടുണ്ടായി. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഇതുപോലത്തെ ഒരു കുട്ടികളെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെന്താക്കും എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യരുത്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അങ്ങനെ ചെയ്യരുത്. കാരണം അവരെപ്പോഴും എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ പിന്നെ നല്ല നല്ല ഇതുപോലത്തെ ഒരു കുട്ടീനെ കിട്ടിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ നല്ല എമൗണ്ട് അവർക്ക് എടുക്കാം. കാരണം എന്ന് വെച്ചാൽ ആ കുട്ടികൾ സിവിയറായിട്ടുള്ളൊരു കണ്ടീഷനാണെങ്കിൽ പല രീതിയിൽ ടെസ്റ്റ് ചെയ്യിപ്പിക്കും. അപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ടോ പല രീതിയിൽ ടെസ്റ്റ്. കാരണം നമ്മൾ ഓൾറെഡി സ്റ്റക്കാണ്. ഈ കുട്ടീനെ കയ്യിലെടുത്ത് നമ്മൾ നിസ്സഹായ എത്ര നമ്മളിപ്പോൾ നോളജില്ല ആൾക്കാരെന്ന് വിചാരിക്കും ഈ നിസ്സഹായ അവസ്ഥയിലെടുത്തിട്ട് ഇങ്ങനെ ഓടും. അപ്പോൾ ഓടുമ്പോൾ നമുക്ക് ആരും പറഞ്ഞു തരാനുണ്ടോ. ഒന്നാമത് എൻ്റെ ഫാമിലിയിൽ പിന്നെ ആളെ പിന്നെ മോളെ ഫാദറിൻ്റെ ഫാമിലിയിലൊന്നും പിന്നെ ഇതുപോലത്തെ ഹിസ്റ്ററീസ് ഉണ്ടായിട്ടില്ല. അപ്പം നമുക്ക് പരിചയമില്ല ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത്. പക്ഷെ നമ്മളീ പൊന്നും മോളെക്ക് വേണ്ടി നമ്മൾ ഓടി 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 ഏകദേശം ഒരു 2 കൊല്ലത്തോളം ഓടി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്ത ഒരുപാട് ടെസ്റ്റ്, MRI ടെസ്റ്റ് ചെയ്തു, VPN ടെസ്റ്റ്, ബറ ടെസ്റ്റ്, അതിന് മുമ്പ് അതിൻ്റെ പ്രൈമറായി ചെയ്യേണ്ട ടെസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്, ബ്ലഡ് ടെസ്റ്റ്, സ്ക്രീനിങ് ടെസ്റ്റ്, പിന്നെ അതേപോലെ ഈ മൈക്രോസോം അനാലിസിസിൻ്റെ വേറൊരു ടെസ്റ്റ്. ഇതെല്ലാം പ്രൈവറ്റിൽ നിന്ന് ചെയ്യുന്ന ഒരു ടെസ്റ്റിന് എത്രയാണെന്ന് രൂപ വരുന്നു നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. എന്നുവെച്ചാൽ എന്തുകൊണ്ട് ഞാനതൊക്കെ പിന്നെ പ്രൈവറ്റിൽ പോയി ചെയ്യരുത്, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുമെന്ന്. നമ്മൾ ഈ കുട്ടീനെ ലൈഫ് ടൈം നോക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോകൾ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് ഇടും. എന്ന് വെച്ചാൽ എൻ്റെ ഈ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. എങ്ങനെയാണ് ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കുട്ടികളെ സ്ട്രഗിൾ ചെയ്യുന്ന അമ്മമാർക്ക് എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യണമെന്ന് പഠിക്കാം. കാരണം നമുക്ക് 1000 ആൾക്കാർ പല രീതിയിൽ അഭിപ്രായം പറയും. അപ്പം ഈ 1000 ആൾക്കാർ പറയുന്നത് പോലെ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ബ്ലാങ്കാവും. അപ്പോൾ സ്വന്തം സെൽഫ് ഡിസിഷൻ എടുക്കാനുള്ള ഒരു പ്രാപ്തതയിൽ നമ്മളെത്തണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്കായിട്ട് ഇടുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ ബൈ.